ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു ഹോം ടൂറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ വീട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഹോം ടൂറ്. അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് ഇറങ്ങാം. ഇപ്പം നല്ല വെയിലാണ്, ഉച്ചയാണ്, നല്ല വെയിലാണ്. ഞാൻ അതുകൊണ്ട് മരത്തിൻ്റെ കീഴൊക്കെ കയറി നിൽക്കുവാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് നല്ല വെയിലാണ്, തുറയൊക്കെ നല്ല വെയിലായിട്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഇത് നമ്മുടെ സിറ്റി, കാർ സിറ്റിയാണ്. ഇത് നല്ല രസമുള്ള മോഡലാണ്. പിന്നെ നമ്മൾ വീടിനകത്തോട്ട് കയറുകയാണ്. അപ്പം ഇവിടെ കുറച്ച് ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഇവിടെ ഒരു വലിയ ആര്യവേപ്പിൻ്റെ മരമുണ്ട്. പിന്നെ ഇത് എൻ്റെ സൈക്കിള്, ഇത് വൈബയുടെ സൈക്കിൾ. അങ്ങനെ 2 സൈക്കിൾ ഇരിപ്പുണ്ട്. അത് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറിയേക്കാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത് ഈ 2 നമ്മുടെ കസേര പോലത്തെ ഒരു ഇതാണ്. പിന്നെ നമ്മുടെ സോഫ ആണ് കാണുന്നത്. നല്ല രസമായിട്ടുള്ള ഇത് വീശിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, ചാരകസേരയാണ്. ഇവിടെ ഒന്നും അധികം ആരും ഇരിക്കാത്തതുകൊണ്ട് ബാഗും ഇതും ഇതിനകത്ത് വെച്ചേക്കാം. ബാഗും സാധനങ്ങളും ഒക്കെ വെച്ചേക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ടേബിള് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വിളക്കാണ്. വിളക്കും ഇങ്ങനെ വിഗ്രഹങ്ങളും ഒക്കെയാണ്. വിളക്ക് വെക്കാൻ നേരത്തെ ഇത് മാറ്റും കേട്ടോ. ഇത് മാറ്റി എവിടെയെങ്കിലുമൊക്കെ വെക്കും. പിന്നെ കാണുന്നത് ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെയും ഒരു ചാരി ഇരിക്കാൻ പറ്റുന്ന കുട്ടിയുടെ ഇതാണ്. ഇതവിടെ കിടന്നാണ് ഇങ്ങോട്ടേക്ക്. ഇത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ടി വി ഉണ്ട്. പിന്നെ കാണുന്ന എൻ്റെ കുഞ്ഞിലത്തെ ഒരു ഫോട്ടോയാണ്. ഉണ്ടപ്പക്രമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ വൈബയുടെ കുഞ്ഞിലത്തെ ഒരു ഫോട്ടോയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോ, ശിവാൻ ചേച്ചിയുടെ ഫോട്ടോയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമുക്കുള്ളത് നമ്മുടെ അച്ഛന് ആൽബം ചെയ്തപ്പം കിട്ടിയതാണ്. പിന്നെ എൻ്റെ ട്രോഫി ടീച്ചേഴ്സ് ഡേക്ക് കിട്ടിയ ട്രോഫിയാണ്. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് അച്ഛന് കിട്ടിയ മൊമെൻ്റോ ആണ്. പിന്നെ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് അച്ഛന്. പിന്നെ ഇത് എൻ്റെ അഭിനയത്തിൻ്റെ ഒന്നാണ്. പിന്നെ ഇവിടെ ഗണപതിയുടെ വിഗ്രഹം ഇരിപ്പുണ്ട്. പിന്നെ അച്ഛൻ്റെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ ഫുൾ ആൾക്കാരും എല്ലാവരും ഉണ്ട്, പോലീസുകാരുണ്ട്. പിന്നെ ഇത് അച്ഛൻ കളക്ടറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇനി നമ്മൾ പോകുമ്പോൾ ഇവിടെ തയ്യൽ മെഷീനും സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. അമ്മയുടെ ബാഗാണ്. പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെയാണ് അടുക്കളയുടെ അവസ്ഥ. നല്ല വെയിലൊക്കെ ഇവിടെ ഇങ്ങനെ അടിക്കും, അങ്ങനെയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഞങ്ങളുടെ വേറൊരു അടുക്കള ആണ്. ഈ ബാക്കി നമുക്ക് വേറെ നോക്കാം വരുന്നത്. അപ്പം നമുക്കിനി മുകളിലോട്ട് പോകാം. സ്റ്റെയർ കേസാണിത്. ഇത് ജസ്റ്റ് മരുന്നുകളും സ്പ്രേ ഒക്കെ. പിന്നെ നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ മറ്റേ കൂടി തുറക്കാവുന്ന വിൻഡോ അല്ല, ഫുള്ളി ഗ്ലാസ് ആണ്, തുറക്കാൻ പറ്റത്തില്ല. അതാണ്. ഇത് നമ്മുടെ അപ്പുറത്തെ വീടിലെ മേൽഭാഗമാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇത് ഉണ്ട്. പിന്നെ ഇത് ഞാൻ പേരിട്ടേക്കുന്നത്, ഇത് ഞങ്ങളുടെ ഗാർഡനാണ്. ഇത് ഞാൻ തന്നെ പേരിട്ട് ഏതാണ് വിഷ് ഗാർഡൻ എന്നാണ് പേര്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രസമാണ്. ഇത് ഞങ്ങളെ കളിപ്പാട്ടവും ഉണ്ടാക്കിയ സാധനങ്ങളും, ഏറ്റവും കൂടുതൽ കളിപ്പാട്ടമല്ല, ഏറ്റവും കൂടുതൽ പേപ്പർ വെച്ച് ഓരോ കുന്തങ്ങളും ഉണ്ടാക്കിയിട്ട് വെക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് ആദ്യം കയറി വരുമ്പോൾ ഇവിടെ ഒരു കുരുമുളകും
2 കുരുമുളകിൻ്റെ ചെടിയും പിന്നെ കുരുമുളകിൻ്റെ അവിടെ തന്നെ മുളകിൻ്റെ ചെടിയുണ്ട്. ഇവിടെ നമ്മളെത്തുമ്പോൾ ആദ്യം നമ്മൾ കണ്ട മീൻ ഇല്ലേ, നമ്മുടെ ആര്യവേപ്പില്ലേ, അതിൻ്റെ മോൾ ഭാഗം ഇവിടെ കാണാം. ഇവിടെ നിന്നാണ് പറിക്കാൻ കുറച്ചുകൂടെ സൗകര്യം. നല്ല നീളത്തിലാണ് വളർന്നേക്കുന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇത് തീരെ കുഞ്ഞായിരുന്നു. വാടക വീടാണെങ്കിൽ പോലും സ്വന്തം വീട് പോലെ നോക്കണം ആണ്. ഇത് പിന്നെ ഞങ്ങളുടെ ഒരു പൗച്ച്, എൻ്റെ പൗച്ചാണ്. ഇത് 2 ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് വൈഭവേഡ്, എനിക്കിതിനൊന്നും താല്പര്യമില്ല, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടായിരുന്നു അച്ഛൻ, ഞങ്ങൾ ഇട്ടായിരുന്നു. തുളസിയാണിത്, ഫുള്ള് പോയി, ഈ വേനലായതുകൊണ്ടേ ഫുള്ള് പോയി. പിന്നെ ഇത് നമ്മുടെ അലോവേറ ആണ്. പിന്നെ എന്താ നമ്മുടെ പേപ്പർ പൂ ഒക്കെ, പിന്നെ ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മീൻകുളം, ഇത് നല്ല വലിയതായി കൊണ്ട് എന്നെ വലിയതാണ്. നേരത്തെ ഇത് ഒത്തിരി അമ്പലവും താമര ഉണ്ടായതാണ്, പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയി. ഇതിനകത്ത് മീനുകളുണ്ട്, ഇഷ്ടം പോലെ മീൻ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് കാണുമോയെന്നറിയില്ല, ഞാൻ കുറച്ചുകൂടെ നോക്കട്ടെ. അതാണ് ഒരു മീൻ, കണ്ടോ? വാലൊക്കെ കാട്ടുന്നുണ്ട് മീനുകളൊക്കെ. അവിടെയാണ് ഏറ്റവും കൂടുതൽ, കണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണിപ്പം നമ്മുടെ താമരക്കുളം. പിന്നെ ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. ഇത് മിക്കവരും കഴിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാകും. ഇതിൽ 2 എണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം ഇപ്പോൾ ഇരിപ്പുണ്ട്. അന്ന് രാവിലത്തെ ഞങ്ങൾ കഴിച്ചു, നല്ല പഴുത്തായിരുന്നു. ഇതുണ്ട് ഗൈസ്, കാണിച്ചു തരാവേ നിങ്ങൾ, കണ്ടോണേ. ഫുള്ള് ഇലകളാണ്, എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അതാണ് ഒരു പച്ചയാണ്, ഇത് പച്ചയാണ്. പഴുത്തം ഉണ്ടായിരുന്നത് ഞങ്ങൾ രാവിലെ കഴിച്ചു. പിന്നെ ഇതൊക്കെയാണ്. ഇത് പിറ്റേ നാളെയോ നാളെ കഴിഞ്ഞോ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് റെഡി ആയിക്കോളും. ഇവിടെ നമ്മുടെ അലോവേറ 2 ടൈപ്പ് ഇരിപ്പുണ്ട്, അലോവേറ. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷ് ഗാർഡൻ്റെ ഇത് സെറ്റ്. വിഷ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടയ്ക്കുമ്പോൾ നല്ല ഇരുട്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് ലൈറ്റ് ഇടാം. ഇവിടെ ലൈറ്റ് ഉണ്ട്, വേണമെങ്കിൽ ലൈറ്റ് ഇടാം. ഇപ്പം ഇരുട്ട് എന്ന് വെച്ചാൽ രാത്രി അല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇടുന്നില്ല, നല്ല ഇരുട്ടില്ലേ. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ കുറേ ക്രാഫ്റ്റ് ചെയ്തായിരുന്നു, അപ്പം അതിൻ്റെ ഓക്കെയാണ് ഇതൊക്കെ. പിന്നെ നമ്മുടെ ബുക്സ്, ഇതൊക്കെ നല്ല അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്, ഇതൊക്കെ നമുക്ക് റെഡിയാക്കണം. പിന്നെ ഇത് ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ വെക്കുന്ന സാധനം, നിറച്ച് സാധനങ്ങളാണ്. വൈബുവേടെ മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ നല്ല രസമായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഒരു ടേബിൾ ഫാൻ, പിന്നെ 3 അലമാരയുണ്ട്. നമുക്കിനി അടുത്തതിലോട്ട് പോവാം, അടുത്ത റൂമിലോട്ട് പോവാം. വലിപ്പമായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പം നല്ല വലിപ്പമുണ്ട്. വാവ് ഗൈസ്, ഇതൊക്കെ നല്ല രസമുണ്ട് അല്ലേ, ഉണ്ടോ? പിന്നെ ഇവിടെ വീണ്ടും 2 തലയുണ്ട്. ഞാനിപ്പം അമ്മൂമ്മ താഴെ ഇല്ലാത്തതുകൊണ്ട്, അമ്മൂമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ താഴെ വിരിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെ കയറി കിടക്കാറുമുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വലിയ തലയാണ്. മണ്ടേ പോകും ഗൈസ്. ഇത് നമ്മുടെ വേറൊരു ടെറസ്. പിന്നെ ഇവിടെ നമ്മുടെ കോവൽ കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി ചെടിയും മരങ്ങളും ഒക്കെ ഉണ്ട്.
ഇത് നമ്മുടെ അപ്പുറത്തെ ഒരു വീടാണ്. ഇതിൻ്റെ അപ്പുറത്തെ വീട് വരെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇതിൻ്റെ അപ്പുറത്തെ വീടൊക്കെ കാണാം. നമുക്ക് ഈ ഒരു വ്യൂവിൽ നിന്ന് അതൊക്കെ കാണാം. അപ്പുറത്തെ വീട് ആരാന്ന് നിങ്ങളൊന്ന് വിളിച്ചാൽ കിട്ടും. ഞങ്ങൾ ഒത്തിരി വീഡിയോ എടുത്തിട്ടുള്ള കുഞ്ഞാറ്റില്ലേ, ഞങ്ങൾ എപ്പോഴും വീഡിയോ എടുക്കുന്നതാണ്, ഷോർട്സൊക്കെ ഇടുന്നതാണ്. അവളുടെ എൻ്റെയൊക്കെ കൂടെ വീഡിയോ ഒക്കെ ഇടുന്നതാണ്. അടുത്ത പ്രാവശ്യം ഞാൻ അവളെയും കൂടെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ മേളിലോട്ട് കയറുകയാണ്. നല്ല ചൂടാ, നല്ല ചൂടാ ഗൈസ്, പൊള്ളുന്ന ചൂടാണ്. ഇപ്പം ചെറുതായിട്ട് കാറ്റൊക്കെ വീശുന്നുണ്ട്, മഴക്കോളാന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ ഒരു പണ്ടത്തെ കസേരയായിരുന്നു ഗൈസ്. ഇത് നമുക്ക് മറ്റേ കൂട്ടി ഇങ്ങനെ ഇരുന്നിട്ട് പോകാൻ പറ്റും. അയ്യോ ഗൈസ്, പക്ഷെ ഇതിൻ്റെ ഒരു കാല് പോയി. എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ് ഗൈസ്, കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ നല്ല രസമുള്ള വ്യൂ ആണ്. അപ്പുറത്തും ഇപ്പുറത്തും ഇവിടുന്ന് അടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകൾ. അങ്ങ് കാവ് വരെ പോകുന്നുണ്ട്. കാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ അപ്പുറത്തെ അമ്പലമാണ്, അങ്ങ് അപ്പുറത്തെ. പിന്നെ മറ്റേ കിറ്റിയുടെ വീഡിയോ എടുത്തില്ലേ ഞങ്ങൾ, കിറ്റിയുടെ വീഡിയോ എടുത്തപ്പോൾ വേറൊരു ചേച്ചിയും കൂടെ ഇല്ലായിരുന്നോ, ആ ചേച്ചിയുടെ വീടാണ് ആ കാണുന്ന പിങ്ക് വീട്. ഞാൻ കാണിച്ചു തരാവേ. ആ കാണുന്ന പിങ്ക് മതിലൊക്കെ ഉള്ള ആ ചെടികളൊക്കെ നിൽക്കുന്ന വീട് ആ ചേച്ചിയുടെയാണ്. പിന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ ഫ്രണ്ട്സായിട്ട്. പിന്നെ അങ്ങേയറ്റത്ത് ഒത്തിരി പേരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങേയറ്റത്ത്. അതും അവരൊക്കെ അങ്ങ് ദൂരെയാണ്. ഇവിടെ ഇങ്ങനെ കറങ്ങി പോവുകയാണെങ്കിൽ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പോവുകയാണെങ്കിൽ അങ്ങേയറ്റത്തൊരു വീടുണ്ട്. ആ വീട്ടിലും ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വിഷ് ഗാർഡൻ നമുക്ക് കാണാം. വീഴാതിരിക്കാനായിട്ട് ഞാൻ മുറുക്കെ പിടിക്കണം ഗൈസ്, വീണാ തീർന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വിഷ് ഗാർഡൻ്റെ വ്യൂ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കണിക്കൊന്നയൊക്കെ കാണാം ഗൈസ്, കണിക്കൊന്ന മരം. വിഷു വരുന്നതേ ഉള്ളൂ, എന്നിട്ട് പെട്ടെന്ന് കണിക്കൊന്ന. ഇത് നമ്മുടെ കുഞ്ഞാറ്റയുടെ വീടിൻ്റെ ടെറസ് നമുക്ക് കാണാം, മോൾഭാഗം നമുക്ക് കാണാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒത്തിരി വീടുകളുണ്ട് ഗൈസ് നമ്മളിവിടെ. പിന്നെ ഇങ്ങ് നോക്കിയാൽ നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. അങ്ങ് നോക്കുക ഗൈസ്, മറ്റേ നമ്മുടെ ഓരോ ടവറുകളും സാധനങ്ങളൊക്കെ കാണാം. ആ ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇത് മലയുടെ ഫീലാണ് തോന്നുന്നത്. പക്ഷേ ഇത് മലയൊന്നുമല്ല ഗൈസ്, ഇവിടെ മലയൊന്നുമില്ല. പിന്നെ അവന്ന് നോക്കിയൊരു പാടം കാണാമെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് ദൂരെയാണ് നമ്മുടെ പാടം. കുറച്ച് ദൂരെയാണ്. ഇതാണ്ട് അവിടെ ആണ് നമ്മുടെ പാടം. ഇവിടെ നിന്നൊരു പാടമാണ്. പിന്നെ കാവിൻ്റെ, ഞാൻ പറഞ്ഞ കാവില്ലേ, വെള്ളംകാവ്, ആ കാവിൻ്റെ അങ്ങോട്ടൊരു പാടമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചേച്ചിയൊക്കെ നടന്നു വരുന്നൊരു ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ഒരു അമ്പലമുണ്ട് ഗൈസ്, ചെറുമുട്ട എന്ന് പറയുന്നത്. ആ അമ്പലം ഇവിടെ അടുത്ത് തന്നെയാണ്, ഏകദേശമൊക്കെ പറയാം അടുത്താണ്. പിന്നെ നമുക്ക് താഴോട്ട് പോകാം ഗൈസ്. ഇവിടെ ഈ ക്യാമറ പിടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ് ഗൈസ്. അതായത് നമ്മുടെ ഗോവയ്ക്ക് ഇവിടം വരെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഉണങ്ങിപ്പോയി. എന്തോ ആണോ ഗൈസ്, എന്തോ സാധനമൊക്കെ ഉണ്ട് ഇവിടെ, എന്തോ ഒക്കെ ഉണ്ട് ഗൈസ്. ഫുൾ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ്. താഴോട്ട് വരുമ്പോഴാണ് ഇത് പച്ച ഇങ്ങനെ ആയിട്ട് വരുന്നത്, ചെറുതായിട്ട് പച്ചയൊക്കെ വരുന്നത്. ഉണങ്ങിയ കമ്പ് പോലെ ഇരിക്കുന്നു ഗൈസ്, കണ്ടോ, ഉണങ്ങിയ കമ്പ് പോലെ. ഇവിടെ ഒരു വല ആണ്, നീല വലയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്പേസാണ് ഇവിടെ. എന്തെങ്കിലുമൊക്കെ ഉണക്കാനോ എല്ലാം വെക്കണമെങ്കിൽ ഒത്തിരിയുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ വീടാണ്.
വീട് മൊത്തം അമ്മയുടെ അച്ഛൻ്റെ ബെഡാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ്ടേ ഇവിടുന്ന് ആ സെയിം വ്യൂ തന്നെ കിട്ടുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ബോറടിയായി, ഭയങ്കര ബോറായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓരോ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത്. പുറകിലോട്ട് പോകാം, നമുക്ക് പുറകിലോട്ട് പോകാം. പക്ഷിയുടെ അവരൊക്കെയാണ് നിങ്ങൾ ഇതിലേയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാണ്ട് ഇവിടെ ഒരു പൂജ പോടാ പൂജ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഒരു ബോള് താണ്ട് നടക്കുന്നു. ഞാൻ തപ്പി നടക്കുമായിരുന്നു. ഈ ബോള് ഞാൻ ഇപ്പോഴും ഇത് കിട്ടിയേ. ഇതുകൊണ്ട് ഇവിടെ വെക്കട്ടെ, ഇതുകൊണ്ട് ഇവിടെ വെച്ചേക്കാം. അല്ലേ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പോവാം. ഇവിടെ എന്താണ് നിങ്ങൾ വിചാരിക്കും ഇവിടെ പുല്ലായിരിക്കും, നല്ല ഇത് തിനയാണ്, പക്ഷിക്ക് കൊടുക്കുന്ന തിനയാണ്. ഇവിടെ പിന്നെ ഒരു പുളിമരം ഉണ്ട്, വലിയൊരു പുളിമരം ഉണ്ട്, നല്ല രസമാണ്. പിന്നെ ഇവിടെ അങ്ങനെ ഒത്തിരി വലിയൊന്നും കാണാനില്ല, എന്നാലും ഉണ്ട്, അലക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ തുണികളൊക്കെ വിരിച്ചിട്ടേക്കാണ്. നമ്മുടെ ഒരു പേരമരമാണ്, പേരയാണോ ഏതോ ഒരു മരമാണ്. പിന്നെ ഇതും ഈ പേരയുടെ ഇലയൊക്കെ നമുക്ക് ഈ പക്ഷികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്, തളിരി ഇലകളൊക്കെ. പിന്നെ 2-3 വാഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു വാഴ, അവിടെ ഉണ്ട് ഒരു വാഴ. പിന്നെ ഇവിടെ ഉണ്ട് വാഴ. പിന്നെ ഇത് മാവാണ്, ഇത്രയും വലിയ നല്ല വലിയതാണ്. ഇതാണ്ട് അങ്ങ് വരെ ഉണ്ട് മാവ്. ഇനി നമുക്ക് വേണ്ട ഇത്ര വേറെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ബൈ ബൈ.